എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാവേ. നമ്മൾ രാവിലെ എണീക്കാനൊക്കെ ഇച്ചിരി താമസിച്ചു പോയാൽ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത്, പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് കൈമാ റൈസ് കഴുകി ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ 2 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാലയാണേലും മതിയേ. അതുപോലെ കുറച്ച് കുരുമുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇനി അധികം പുളിയില്ലാത്ത തൈരൊഴിച്ച് ഇതൊന്ന് കുഴച്ച് മാറ്റി വെക്കാവേ. ഇനി ഈ ബിരിയാണിയിലേക്ക് ചതച്ചിടാനായിട്ട് 2 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മസാലയ്ക്ക് ആവശ്യമായ 2 ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട, കുറച്ച് പെരിഞ്ചീരകം ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട 2 സവോള അരിഞ്ഞത്, 1 തക്കാളിക്ക അരിഞ്ഞത്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പേ വെച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാവേ. മസാല ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക ഇട്ട് കൊടുക്കാം. തക്കാളി എല്ലാം അത്യാവശ്യം വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ചിക്കൻ മസാലയും ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനും മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇനി അരിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അരിയുടെ തൊട്ട് മേളിൽ വരത്തക്ക രീതി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കി കുക്കർ അടച്ച് വെച്ച് ഒറ്റ വിസിലടുപ്പിക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ 1 വിസിലടുപ്പിച്ചാൽ മതിയേ. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഈ കുക്കറിൻ്റെ പ്രഷറെല്ലാം താനെ നന്നായി പോയതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ കുക്കറിനകത്ത് ചിക്കൻ ബിരിയാണി വെക്കാൻ ഇത്ര എളുപ്പമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.